ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഉണ്ണിയുടെ കോള് കണ്ടിട്ടും കോൾ അറ്റൻഡ് ചെയ്യാതിരുന്ന കരുണയോട് നീ ഉണ്ണിയുമായിട്ട് ഒത്തുപോകണമെന്നും അവനെ കിട്ടിയത് മോളുടെ ഭാഗ്യമാണ്, ഇന്ന് മോളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ ഉണ്ടെന്ന ആത്മവിശ്വാസത്തിൽ മോളൊന്നും ചെയ്യരുത്, നാളെ അവരില്ലാതായാൽ മോൾ എന്തു ചെയ്യും എന്നെല്ലാം ചോദിക്കുമ്പോൾ അവരില്ലെങ്കിൽ ഞാനും തൂങ്ങിച്ചാവും, എന്തായാലും ഇവിടെ എൻ്റെ പാദസേവ ചെയ്യുന്നവളുടെ ഉയർച്ച കാണാനായിട്ട് ഞാൻ അയാളോടൊപ്പം പോവില്ല, അടുത്ത ജന്മത്തിലെങ്കിലും മക്കളെ രണ്ടായി കാണാത്ത ഒരമ്മ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ നേരെ കലിതുള്ളാണ് കരുണ. ശേഷം തോമസ് ഡോക്ടറെ കാണാനായിട്ട് എത്തുകയാണ് മഹിയും കണ്ണനും. ഇന്നലെ മുതൽ ഇയാൾക്ക് നല്ല തളർച്ചയുണ്ട്, കുറച്ചെങ്കിലും ആയിരുന്നെങ്കിൽ ഇയാളത് സഹിച്ചേനെ, ഇത് പക്ഷേ ഇയാളത് തുറന്നു പറയുന്നത് അത്രയ്ക്ക് വയ്യാത്തത് കൊണ്ടാണെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ തോമസ് ഡോക്ടറോട്. തുടർന്ന് വൈദ്യൻ മഹിയെ പരിശോധിക്കുന്നു. ശേഷം ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വൈദ്യൻ പറയുന്നുണ്ട്, കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തിലാണെന്നും ഇത് അത്ര പെട്ടെന്നൊന്നും മാറുന്ന അസുഖമല്ല, കുറച്ച് കാലതാമസം എടുക്കും, പ്രത്യേകിച്ച് ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല എന്നെല്ലാം വൈദ്യൻ പറയുന്നത് കേട്ട് കണ്ണനും മഹാലക്ഷ്മിയും ടെൻഷനോടുകൂടി പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാർ എന്താ പറയുന്നത്, ഇയാൾക്ക് എന്താ അസുഖം എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, എടാ കണ്ണ, താനൊരു അച്ഛനാകാൻ പോകുന്നു, മഹാലക്ഷ്മി ഒരമ്മയും, നിങ്ങൾക്കിടയിലേക്ക് നിങ്ങളുടെ അവകാശം എത്തുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് മഹാലക്ഷ്മിക്കുള്ളത്, ദൈവം എല്ലാ അർത്ഥത്തിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വൈദ്യൻ പറയുന്നത് കേട്ട് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു പോവാണ് കേട്ടോ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും. മഹാലക്ഷ്മി കാണാറുള്ള സിദ്ധിയായിട്ടുള്ള ആ അമ്മയുടെ പ്രവചനം സത്യമായി, ഇനി നിങ്ങൾ രണ്ടുപേരുടെയും ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. മഹാലക്ഷ്മിയുടെ ശരീരം അല്പം വീക്കാണ്, ആഹാരം നന്നായിട്ട് കഴിക്കണം, നന്നായിട്ട് വിശ്രമിക്കുകയും വേണമെന്ന് പറയുമ്പോൾ ഇതുവരെ കണ്ണേട്ടൻ നടന്നത് നമ്മൾ കുറച്ച് പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, കണ്ണേട്ടൻ്റെ വീട്ടിലുള്ളവരും കരുണയുടെ അച്ഛനോ മുത്തശ്ശിയോ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇനി ഞാനിപ്പോൾ അമ്മയാകാൻ പോകുന്ന വിവരം മൂടി വയ്ക്കാനും കഴിയില്ല എന്നെല്ലാം മഹി പറയുമ്പോൾ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് രണ്ടാളും ടെൻഷൻ ആവണ്ട, അവരൊക്കെ എല്ലാം അറിയുകയാണെങ്കിൽ അറിയട്ടെ, ഇത്ര നാളും നിങ്ങൾ രണ്ടുപേരെയും കളിയാക്കിയവരെയും പുച്ഛിച്ചവർക്കുമുള്ള നല്ലൊരു തിരിച്ചടിയായിരിക്കും മഹാലക്ഷ്മി വിശേഷം അറിയിച്ചു എന്നുള്ള ഒരു വാർത്ത എന്നും വൈദ്യൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കഴിക്കാനുള്ള സ്പെഷ്യൽ മരുന്നും വൈദ്യൻ മഹാലക്ഷ്മിക്കായിട്ട് നൽകുന്നുണ്ട്. തുടർന്ന് വൈദ്യൻ പറയുന്നുണ്ട്, നിങ്ങളായിട്ട് അവരെ ഒന്നും അറിയിക്കാൻ നിൽക്കണ്ട, കാരണം മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള എന്ത് കാര്യം വേണമെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണമെന്നും വൈദ്യൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും നേരെ അനന്തുവിനെയും ലേഖയും ചെന്ന് കാണുന്നു. അപ്പോൾ അവർക്കും ഈ ഒരു വാർത്ത അറിഞ്ഞ് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഞങ്ങളും ഈ വാർത്ത കേൾക്കാനാണ് കാത്തിരുന്നത്, കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെയും കുഞ്ഞല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖയും അനന്തവും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാവരെയും എല്ലാം അറിയിക്കാതെ നിവൃത്തിയില്ലല്ലോ കണ്ണ എന്ന് അനന്ത് പറയുമ്പോൾ, അറിയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും കരുതിയത്, പക്ഷേ തോമസ് ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ അത് വേണ്ട എന്ന് കരുതി, കാരണം ഇയാളെയും ഇന്നെയും ഇല്ലാതാക്കാൻ പലതവണ ശ്രമിച്ചവരാണ് നമ്മുടെ എൻ്റെ അമ്മയും ഉണ്ണിയും ഇയാളുടെ വീട്ടിലുള്ളവരുമൊക്കെ, അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇത് ആരെയും അറിയിക്കാതെ വയ്ക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുമ്പോൾ അതേതായാലും നന്നായി എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തവും. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഈ ഒരു സന്തോഷ വാർത്ത എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കുന്നു, കാരണം അവരിൽ നിന്ന് ഈ ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ വന്ന് എന്തായാലും ഒരു ചതി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും, അതിനു വേണ്ടിയിട്ട് അവർ സ്നേഹം നടിച്ച് അഭിനയിച്ചുകൊണ്ട് ചതിക്കാനും അവർ മടിക്കില്ല, കാരണം മഞ്ജുവിൻ്റെ കാര്യവും അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, അതുകൊണ്ട് ഈ വാർത്ത മറച്ചു വയ്ക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ദിവസം മഹാലക്ഷ്മിയും കണ്ണനും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹിക്ക് വല്ലാത്ത ഒരു വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ദുർഗയാണെങ്കിൽ, ഇവൾക്കിത് എന്ത് പറ്റിയിടാം, കുറച്ച് ദിവസമായി ഞാൻ ഇവളെ ശ്രദ്ധിക്കുന്നു, ഇവൾക്ക് ശരീരത്തിനൊക്കെ വല്ലാത്ത ഒരു മാറ്റമുണ്ട്, നല്ല തളർച്ചയുണ്ട്, നീ ഇവളെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്, കൂടെ നടന്ന് നിന്നെ ഇവളെ ചതിക്കുകയാണോ എന്ന് ആർക്കറിയാം എന്നെല്ലാം മുന വെച്ച് ഇങ്ങനെ ദുർഗ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും രണ്ട് മക്കളെ പെറ്റതല്ലേ എന്നെല്ലാം മുന വെച്ച് ദുർഗ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് കണ്ണനും മഹാലക്ഷ്മിയും ആകെ വല്ലാതാവുന്നുണ്ടെങ്കിലും അവരൊന്നും പറയുന്നില്ല കേട്ടോ. തുടർന്ന് ദുർഗ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഇവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടോ മോനെ, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ടെന്നെല്ലാം ദുർഗ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മേഘേട്ടൻ പറഞ്ഞതുപോലെ സത്യമായിരിക്കുമോ, മൂന്നാറിൽ വെച്ച് ഇവരെ കണ്ടു എന്ന് പറഞ്ഞത് സത്യമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അവരുടെ ദാമ്പത്യം എങ്ങനെ നടന്നു കാണുമെന്ന് ചോദിക്കുമ്പോൾ
അതിനൊന്നും സാധ്യതയില്ലടാ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ അവനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ മണ്ടൻ അതൊന്നും മനസ്സിലാവുന്നില്ല എന്നെല്ലാം ദുർഗ ഉണ്ണിയോടും പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി അമ്മയാകാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയറിഞ്ഞ് മോഹിനി മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ്. പക്ഷെ തൽക്കാലത്തേക്ക് മോഹിനിയോടും ഇതാരെയും അറിയിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം പ്രതാപനോ മുത്തശ്ശിയോ കരുണയോ ഒക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അത് മൂടി വയ്ക്കാൻ തന്നെ മോഹിനിയും തീരുമാനിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഹാലക്ഷ്മിയുടെ വയറൊക്കെ വീർത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് ദുർഗയുടെയും ഉണ്ണിയുടെയൊക്കെ കണ്ണ് തള്ളിപ്പോവാണ്. തുടർന്ന് ദുർഗ കണ്ണനോട് പറയുന്നുണ്ട്, ഇവള് നിൻ്റെയൊപ്പം ജീവിച്ചിട്ട് നിന്നെ പറ്റിക്കായിരുന്നു, നിനക്കത് ഇതുവരെ മനസ്സിലായില്ല. ഞാനും ഉണ്ണിയൊക്കെ പലതവണ നിന്നോട് മുന്നറിയിപ്പ് തന്നതാണ് ഇവള് നിന്നെ ചതിക്കുമെന്ന് എന്നെല്ലാം പറയുമ്പോൾ അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, എന്താ സംഭവിച്ചതെന്നോ, ഇവള് ഗർഭിണിയാണ്, നിനക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ, ഞാനും ഇയാളും അത് മനസ്സിലാക്കിയിട്ട് മാസം 4 കഴിഞ്ഞു. എൻ്റെ കുഞ്ഞാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്നത് എന്നുള്ള സത്യം ആ ഒരു സമയത്താണ് കണ്ണൻ തുറന്നടിക്കുന്നത്. അത് കേട്ട് അന്തം വിട്ട് പോവുകയാണ് കേട്ടോ ദുർഗയും ഉണ്ണിയും ഒക്കെ. എന്തായാലും മഹാലക്ഷ്മി അമ്മയാകാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയറിഞ്ഞ കരുണയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അതുവരെ കാരണം മഹാലക്ഷ്മി കമലേശ്വരം ഗ്രൂപ്പിൻ്റെ തലപ്പത്തെത്തി എന്നുള്ള ഒരു വാർത്ത തന്നെ കരുണയെ വല്ലാതെ തന്നെ ചൊടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞ കരുണ സ്വയം ജീവൻ ഒടുക്കാനായിട്ടാണ് കേട്ടോ ഒരുങ്ങുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്